മൂലനക്ഷത്രം. മൂലനക്ഷത്രക്കാർ പൊതുവെ വേരിൻ്റെ അടിയിൽ മുതൽ ചിന്തിക്കുന്നവരാണ്. എന്തിൻ്റെങ്കിലും അടിസ്ഥാനം കണ്ടെത്താതെ ഇവർക്ക് മനസമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ പൊതുവെ ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നവരാണ്, ഫിയർലെസ്സുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂട്ടുകാരോ ബന്ധുക്കളൊക്കെ കുറച്ച് കുറവാവാൻ സാധ്യത വളരെ കൂടുതലാണ്. സത്യം പറയുന്നതിൽ ഒരു മടി നിങ്ങൾക്കില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഹാഷായിട്ട് തോന്നാറുണ്ട്. പഴയത് തകർക്കാനും പുതിയത് തുടങ്ങാനും നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. ഒറ്റയ്ക്ക് നിന്നാലും ശരിയെന്ന് വിശ്വസിക്കുന്ന മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക്. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിലും ബ്രേക്ക് ചെയ്യാൻ ധൈര്യം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെ നിങ്ങൾ പറ്റിച്ചു എന്ന് ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി പറയാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളോ കോൺട്രവേഴ്സിയോ ക്രൈസിസോ ഒക്കെ ഉള്ള സമയത്ത് നിങ്ങൾ എന്തായാലും ഒരു ലീഡർ മൈൻഡ് സെറ്റായി മാറും. ഒരു ഒറ്റ തീരുമാനത്തിൽ നിങ്ങളെപ്പോഴും നിൽക്കും. പല മൂലനക്ഷത്രക്കാരും ജീവിതത്തിൽ 1-2 വലിയ ഡൗൺഫാൾ കണ്ട ശേഷം ശക്തമായി തിരിച്ചു വരാറുണ്ട്. ജനുവരി മാസത്തിൽ പൊതുവെ ജോബിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു, സീനിയർ മാനേജ്മെൻറ്റിനോട് ക്ലാഷ് അല്ലെങ്കിൽ കോൾഡ് വാർ ഒക്കെ ഉണ്ടായിരുന്നു. ഇത് തന്നെയാണോ എൻ്റെ വഴി എന്നൊരു സെൽഫ് ക്വസ്റ്റ്യനിങ് നിങ്ങൾ നന്നായിട്ട് ചെയ്തു. ചിലർക്ക് റോൾ ചേഞ്ച് വേണ്ടി വന്നു, റെസ്പോൺസിബിലിറ്റിയും മാറേണ്ടി വന്നു, ചിലവരുടെ ജോലിയും പോയിട്ടുണ്ടാവും. ജനുവരി മാസത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഷെയ്ക്ക് പോലെയായിരുന്നു. റിലേഷൻഷിപ്പിൽ പഴയ ഇഷ്യൂ വീണ്ടും ഒരു ചോദ്യം ചെയ്തിട്ടുണ്ടാവും. ഡിസ്റ്റൻസ്, സൈലൻസ്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാവും. ചില ബന്ധങ്ങൾ എൻഡ് ചെയ്യാനുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇത് നിർത്താം, നമുക്കിങ്ങനെ മുന്നോട്ട് പോകണ്ട എന്നൊരു വിചാരം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ജനുവരി 15 ശേഷം എങ്ങനെയായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് വന്നിട്ടുണ്ടാവും. കയ്യിൽ വിചാരിക്കേണ്ട പൈസയൊക്കെ പോയിട്ടുണ്ടാവും. സേവിങ്സ് പ്ലാനിൽ നിന്ന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടാവും. റിസ്ക് എടുത്തതും കൊണ്ട് റിട്ടേൺസ് കുറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾ പൊതുവേ ഓവർ തിങ്കിങ് കൂടിപ്പോയി. പോരാത്തതിന് സ്ലീപ്പ് ഡിസ്റ്റർബൻസും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പഴയ റിഗ്രറ്റ് വീണ്ടും മനസ്സിൽ വന്ന പോലെ ഒരു സ്പേസ്. ശരിക്കും പറഞ്ഞ ഒരു കർമ്മ മന്ത് തന്നെയായിരുന്നു ജനുവരിയിൽ. പക്ഷേ ഫെബ്രുവരി മാസത്തിൽ അങ്ങനെയല്ല. പഴയ ചാപ്റ്റർ എന്തായാലും ഒന്ന് ക്ലോസ് ചെയ്ത് പുതിയ പാത്ത് എന്തായാലും ഓപ്പൺ ആവാൻ സാധ്യതയുണ്ട്. ഫെബ്രുവരി മാസത്തിൽ ഡിസിഷനിൽ ഒരു ക്ലാരിറ്റി വരും. പുതിയ ഓപ്പർച്യൂണിറ്റി, ഇൻ്റർവ്യൂ, ഓഫർ, ഡിസ്കഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മെൻ്റലി നിങ്ങൾ എന്തായാലും ഒന്ന് സൗണ്ട് ഇല്ലാണ്ട് ക്വയറ്റായിട്ടുണ്ടാവും. പക്ഷേ ഫിസിക്കലി നിങ്ങൾ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഫ്രീലാൻസ്, സൈഡ് ഇൻകം ഐഡിയാസൊക്കെ എന്തായാലും ക്ലിക്ക് ചെയ്യും. IT കോർപ്പറേറ്റീവ് ഫീൽഡിലുള്ളവർക്ക് എന്തായാലും ഫെബ്രുവരി മുതൽ കുറച്ച് റിലീഫ് എന്തായാലും ഉണ്ടാവും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ കുറച്ച് സ്റ്റേബിളായി തോന്നും. പഴയ പെൻഡിങ് പേയ്മെൻറ്റ്സ്, കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റക്കായിട്ട് മണി എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സേഫ് തന്നെയാണ്. വലിയ ഗെയിനൊന്നുമല്ല, പക്ഷേ ഡാമേജ് എന്തായാലും കൺട്രോൾ ചെയ്യാൻ പറ്റും. റിലേഷൻഷിപ്പിൽ ഒരു ട്രൂത്ത് മൊമെൻറ്റ് എന്തായാലും വരും. അവരവരുടെ മുഖം മൂടി എന്താണെന്നുള്ള കറക്റ്റ് മനസ്സിലാക്കാൻ തുടങ്ങും. ഒരു തീരുമാനം എന്തായാലും എടുക്കും. ഒന്നുമില്ലെങ്കിൽ നല്ലൊരു സ്ട്രോങ് ബോണ്ടിങ് എന്തായാലും വരും. അല്ലെങ്കിൽ ഒരു ക്ലീൻ ബ്രേക്ക് ആവും. ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെന്തായാലും വെളിയിൽ പോവും. ജെന്യുവനായിട്ട് സപ്പോർട്ടിൽ ഒരാൾ കാണും, പക്ഷെ അത് നിങ്ങൾ തിരിച്ചറിയില്ല. ഇമോഷണലി കുറച്ച് ഡീടോക്സ് ഉള്ള ഒരു മന്ത് തന്നെയാണ്. മെൻ്റലി ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ആത്മവിശ്വാസം ഇപ്പോൾ കുറച്ച് കുറവാണ്. പക്ഷേ ഫെബ്രുവരി വരെ അവസാനമാകുമ്പോൾ കുറച്ച് കൂടി വരും. മെഡിറ്റേഷൻ, വാക്കിംഗ്, സൈലൻ്റ് ആയിട്ടിരുന്ന അതിന് കുറച്ച് ബെനിഫിറ്റൊക്കെ എന്തായാലും ഉണ്ടാവും. തല, വയറ്, ലോവർ ബാക്ക് ഇതൊക്കെ എന്തായാലും ഒന്ന് കെയർ വേണം. വിദ്യ അഭ്യസിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്തായാലും കോൺസെൻട്രേഷൻ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യും. ഓൾഡ് സിലബസ് എന്തായാലും ഒന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ എന്തായാലും കുറച്ച് സ്ട്രെങ്ത് കിട്ടാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലാണ്ട് ഒരു ആർഗ്യുമെൻറ്റിന് മറ്റുള്ളവരായിട്ട് അവോയ്ഡ് ചെയ്യുക. അവരെന്തോ പറഞ്ഞിട്ടിരിക്കേണ്ടി വരും. പക്ഷേ കുറേ കേട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റിയെന്നും വരില്ല. പുതിയ വല്ല സ്റ്റാർട്ടപ്പ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് മാർച്ചിലേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും വേരോടെ അത് പ്ലാൻ ചെയ്യുന്നത് ഫെബ്രുവരിയിൽ കറക്റ്റായിട്ട് നോക്കുക. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാഴാഴ്ച ഞായറാഴ്ചയും ഓം നമ ശിവായ 108 തവണ ജപിക്കുക. മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്യുക. മൂലനക്ഷത്രക്കാർ ജീവിതം തകർന്ന ശേഷം ശക്തരാവുന്നവരാണ്.